ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ദ കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജി എസ് ടിയിലെ RCM എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതാരും കാണാത്തതുണ്ടെങ്കിൽ ദയവായി അതൊന്ന് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പനീസ് ആക്ട് സെക്ഷൻ 68 പ്രകാരം ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും സെക്യൂരിറ്റീസിൻ്റെ ബൈബാക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഷെയർസ്, എന്താണ് സെക്യൂരിറ്റീസ് എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി, അതായത് വലിയ വലിയ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസുകൾ അവർ ഷെയർസ് പബ്ലിക്കിന് കൊടുക്കും. പബ്ലിക്സ് എന്ന് പറയുമ്പം ആർക്ക് വേണമെങ്കിലും, നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഏതൊരു കമ്പനിയുടെ ഷെയർസ് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് അപ്സ്റ്റോക്സ്, ഗ്രോ പോലെയുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഷെയർസുകൾ പർച്ചേസ് ചെയ്യാം. അപ്പം നമ്മൾ ഷെയറുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായും അവരൊരു ഷെയർ സർട്ടിഫിക്കറ്റ് തരും. അതൊരു ഡോക്യുമെൻ്റ് ആണ്, അതൊരു എവിഡൻസ് ആണ്. നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള എവിഡൻസ് ആണ് ഈ ഒരു ഷെയർ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഷെയർ നമ്മൾ വാങ്ങുമ്പോൾ തീർച്ചയായും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്, നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ്, ഡിവിഡൻഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ഷെയർസുകൾ ഉണ്ട്, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, അങ്ങനെ പലതരം ഷെയർസ്. അപ്പോൾ ഈ ഷെയർ നമ്മൾ വാങ്ങുന്നതോടുകൂടി നമ്മളവിടുത്തെ ഷെയർ ഹോൾഡേഴ്സായി മാറുകയാണ്. അപ്പോൾ പിന്നീട് നമ്മളവിടുത്തെ ഒരു ഓണേഴ്സാണ്, അതിൻ്റെ ഒരു പാർട്ടാണ്, കമ്പനിയുടെ തന്നെ ഒരു പാർട്ടാണ്. ആസ് എ ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ നമുക്കൊരുപാട് റൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്ഷൻ 68 ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റി. Buyback is the reacquisition by a company of its own securities. It is a way of returning money to its investors. Section 68 contains provisions which describe the power of a company to purchase its own securities. അതായത് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച കമ്പനിയുടെ ഷെയർ കമ്പനിക്ക് തിരിച്ചു വാങ്ങാനുള്ള അവകാശമാണ് സെക്ഷൻ 68-നകത്ത് കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഷെയർ തിരിച്ചു വാങ്ങുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും അവർ നമുക്ക് തിരിച്ചു തരും. അപ്പം നമ്മൾ അവിടുത്തെ ഷെയർ ഹോൾഡർ അല്ലാതാവുകയാണ്. ആ സമയത്ത് കമ്പനി തിരിച്ച് അവരുടെ ഷെയറുകൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡർ എന്ന പൊസിഷൻ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 68 ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഒരു കമ്പനി ലിസ്റ്റ് ചെയ്താൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളാണ് അവരുടെ ഷെയർസുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് അവർ പണം റൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ചു വാങ്ങുന്നതാണ് ബൈബാക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും എൻ്റെ ചാനലിൽ നിന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.